ഞാൻ ഉമേഷ് വിരാമൻ. ന്യൂസ് ബ്രേക്സിലേക്ക്. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഹർജികൾ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കുമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 1-ാം നമ്പർ കോടതിയിൽ 44-ാമത്തെ കേസായിട്ടാണ് ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജികൾ പരിഗണിക്കുക. 2019-ലാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി അവസാനമായി പരിഗണിച്ചത്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. 2018-ലാണ് യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് ഉണ്ടാവുകയും പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിലടക്കം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് നിരവധി ഹർജികളാണ് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ എത്തുകയും പിന്നീട് ഒരു വിശാല ബെഞ്ച് ഈ ഹർജികൾ പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി രൂപീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ കോവിഡ് അടക്കമുള്ള നിരവധി കാരണങ്ങൾ കാരണം ഈ ബെഞ്ചിന്റെ വാദം മുന്നോട്ട് പോയിരുന്നില്ല. ആ ബെഞ്ചിൽ 9-അംഗ ബെഞ്ചിൽ അവശേഷിക്കുന്ന ഒരേ ഒരു അംഗമെന്ന് പറയുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്താണ്. കഴിഞ്ഞ മാസങ്ങളിലടക്കം ഒരു അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ ഒരു ബെഞ്ച് രൂപീകരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട വാദമായിരിക്കും പ്രധാനമായും സുപ്രീം കോടതിയിൽ നടക്കുക. മതാചാരങ്ങൾ സംബന്ധിച്ചുള്ള ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരിക. മതസ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശവും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ ഒരു ബെഞ്ച് രൂപീകരിക്കുമെന്നതാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഉന്മേഷ്, ഏറെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ പോകുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായതാണ്. അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ, തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വലിയ ചർച്ചയായതാണ്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് PR അരവിന്ദാണ്. അരവിന്ദ്, നേരത്തെ ഉണ്ടായ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അത് കേരളത്തിൽ എത്രത്തോളം ചലനങ്ങൾ ഉണ്ടാക്കിയതാണ് ആദ്യ കോടതി വിധി എന്നത് നമ്മുടെ മുൻപിലുണ്ട്. എങ്ങനെയായിരിക്കും കോടതി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക അരവിന്ദ്? ഉന്മേഷ്, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ശബരിമല യുവതീ പ്രവേശനം വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിരവധി വിവാദങ്ങൾ തുടരുന്നു. സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവാദങ്ങൾ തുടരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശബരിമലയെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളും വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2019-ലാണ് ഈ ഹർജികൾ അവസാനമായി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. 2018-ൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വരുന്നു. പിന്നീട് നിരവധി ഹർജികൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ള നിരവധി ഹർജികൾ സുപ്രീം കോടതിയിൽ വരികയായിരുന്നു. പിന്നീട് ഒരു വിശാല ബെഞ്ച്, 9-അംഗ ബെഞ്ചായിരുന്നു അന്ന് സുപ്രീം കോടതി രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വാദം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോവിഡ് അടക്കമുള്ള കാരണങ്ങൾ കാരണം ഇതുപോലെ തന്നെ ഇതിൽ അംഗങ്ങളായിരുന്ന പല ജസ്റ്റിസുമാരും പിന്നീട് വിരമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിന്റെ വാദം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 7 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. തിങ്കളാഴ്ച 1-ാം നമ്പർ കോടതിയിൽ 44-ാമത്തെ കേസായിട്ട് ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഇതിൽ പുനഃപരിശോധനാ ഹർജികൾ നൽകിയവരുടെ വാദം കേട്ടതിനു ശേഷം ഒരു വിശാല ബെഞ്ചിലേക്ക് വിടുന്ന കാര്യമായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ടാകുക. അതോടൊപ്പം തന്നെ മറ്റംഗങ്ങൾ ആരായിരിക്കും ഈ 9-അംഗ ബെഞ്ചിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി സുപ്രീം കോടതി തീരുമാനിക്കും. പക്ഷേ കേരളത്തിൽ ശബരിമല അടക്കം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കിയാണ് ഇരു മുന്നണികളും മുന്നോട്ട് പോകുന്നത്. കാരണം സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം കോൺഗ്രസ് പ്രധാനമായും ഉയർത്തിയൊരു മുദ്രാവാക്യവും അതുപോലെ തന്നെ അവരുടെ പ്രചാരണ ആയുധവും ശബരിമലയായിരുന്നു. എന്തായാലും യുവതീ പ്രവേശനം കൂടി ഈ നിർണായകമായ ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഈ 9-അംഗ ബെഞ്ചിൽ വാദം കേൾക്കുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും തിങ്കളാഴ്ചയാണ് 44-ാമത്തെ കേസായിട്ടാണ് യുവതീ പ്രവേശനം ലിസ്റ്റ് ചെയ്യുന്നത്. 7 വർഷത്തിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരുന്നത്. ഉന്മേഷ്, ശരി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്തെ SITയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. വിവാദ സ്വർണ്ണപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജംഷഡ്പൂരിലേക്ക് അയക്കും. SIT അന്വേഷണം അന്തിമഘട്ടത്തിലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. സന്നിധാനത്ത് ശ്രീകോവിലിനു ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം സാമ്പിളുകൾ ശേഖരിച്ചത്. വലിയ ഭാഗങ്ങളാണ് സ്വർണ്ണപ്പാളികളിൽ നിന്ന് മുറിച്ചത്. ഓരോ പാളികളിൽ നിന്നും 3 സാമ്പിളുകൾ വീതം ശേഖരിച്ചു. പരിശോധന 2 ദിവസം നീണ്ടുനിന്നു. പാളികളിലെ സ്വർണത്തിന്റെ കൃത്യമായ അളവ് തിട്ടപ്പെടുത്തുന്നതിനോടൊപ്പം അവയുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണ്ണയിക്കുക എന്നതാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. സാമ്പിൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ജാംഷഡ്പൂരിലേക്ക് അയക്കും. ശാസ്ത്രീയ പരിശോധനയുടെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SITയുടെ നീക്കം.
അതേസമയം SIT അന്വേഷണം അന്തിമഘട്ടത്തിലെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖറിന്റെ പ്രതികരണം. As on today, they are almost coming to the end of the investigation. SIT നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നല്ലപോലെ അന്വേഷിക്കുന്നതാണ്. അതിന്റെ ഹൈക്കോടതി അതിന് പ്രോപ്പറായിട്ട് സൂപ്പർവൈസിംഗ് കൊടുക്കുന്നു. കേസിൽ CBI അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ CBI അന്വേഷണമാണെന്ന് പറയാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു 5 CBI കേസ് കൈകാര്യം ചെയ്തത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നേട്ടം നേടിയതായി പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചോളൂ. നമ്മളെല്ലാം മനസ്സിൽ ഈ CBI കേസ് മമ്മൂട്ടി കേസാണ്. അമ്മാതിരി കേസിനെ പറ്റിയാണ് ഇവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും പറയാനില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർണ്ണപ്പാളിയുടെ അളവിലും തൂക്കത്തിലും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ടെന്നാണ് വിവരം. 24 പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് ചെലവ് കണക്കിൽ ഉരുണ്ടുകളിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായെന്നാണ് ന്യായീകരണം. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന് ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പണം തിരിച്ചടച്ചത് സംബന്ധിച്ച് നിയമസഭയിൽ നൽകിയ മറുപടി ശരിയാണെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പ് ഇറക്കാതെ കൃത്യമായ കണക്ക് കോടതിയിൽ കൊടുക്കണമെന്ന് VD സതീശൻ തിരിച്ചടിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്കിലെ ക്രമക്കേടുകളും പൊരുത്തക്കേടുകളും പുറത്തുവന്നത് മൂലം സർക്കാരിനുണ്ടായ ക്ഷീണമകറ്റാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രാവിലെ തന്നെ വാർത്താക്കുറിപ്പിറക്കിയത്. ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും ബില്ലുകൾ സമർപ്പിച്ച ഊരാളുങ്ങളുടെ ഉപകമ്പനിയെയും പരോക്ഷമായി പഴിചാരുന്നതാണ് ബോർഡിന്റെ വാർത്താക്കുറിപ്പ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്ന പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായി. നന്ദഗോവിന്ദ ഭജൻസിന് തുക നൽകിയെന്ന് ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നും ബോർഡ് വിശദീകരിക്കുന്നു. സ്പോൺസർഷിപ്പായി ലഭിച്ച 3 കോടി രൂപ ബോർഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതിഥികൾ മാത്രമല്ല, ജീവനക്കാരും തൊഴിലാളികളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ വിവേചനം കാട്ടിയിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വിശദീകരിക്കുന്നു. ഇത് തെറ്റായി പറഞ്ഞൊരു നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം, ചെന്നിത്തല ഉൾപ്പെടെ. കാരണം 17/10/2025 കൃത്യമായി ദേവസ്വം ബോർഡ് ആ 3 കോടി രൂപ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് രേഖയാണ്. സ്വർണ്ണക്കൊള്ള പോലെ ആഗോള അയ്യപ്പ സംഗമത്തിലും വൻ വെട്ടിപ്പ് നടന്നുവെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയാണ് അയ്യപ്പ സംഗമത്തിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. അയ്യപ്പ സംഗമത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് കൃത്രിമരേഖ ഉണ്ടാക്കിയതിന് നടത്തിപ്പുകാർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് നിറം പിടിപ്പിച്ച കഥകളാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. വസ്തുതകൾ എന്നായാലും പുറത്തുവരും, അതുവരെ ദുഃഖഭാവത്തോടെ സഹിക്കേ നിവർത്തിയുള്ളൂവെന്നും PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം. 5 കുരുന്നുകൾക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം മടങ്ങുന്നു. ആലിന്റെ വൃക്കകളും കരളും മറ്റ് 2 കുട്ടികളിൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയായി. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ ഹൃദയവാൽവും നേത്രപടലങ്ങളും ദാനം ചെയ്തിരുന്നു. ആലിൻ ഷെറിൻ എബ്രഹാം 10 മാസം പ്രായമുള്ള കുഞ്ഞുമാലാഖ ലോകം വിട്ടുപോയെങ്കിലും 5 പേരിൽ പുതുജീവനായി തുടിക്കും. 10 വയസ്സുള്ള കുട്ടിക്കാണ് 2 വൃക്കകളും മാറ്റിവെച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശസ്ത്രക്രിയ. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കരൾ നൽകിയത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ രാവിലെ ശസ്ത്രക്രിയ പൂർത്തിയായി. ഇന്നലെ രാത്രിയോടുകൂടി ആരംഭിച്ച 2 കുട്ടികളുടെയും ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ചെങ്കിലും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കൂടി സംബന്ധിച്ച ശുഭവാർത്തകൾക്കായാണ് കാത്തിരിപ്പ്. 3 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് അവയവങ്ങൾ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇക്കഴിഞ്ഞ 5-ന് MC റോഡിൽ പള്ളത്തുണ്ടായ അപകടത്തിലാണ് ആലിന് ഗുരുതര പരിക്കേറ്റത്. വ്യാഴാഴ്ചയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ അവയവദാനത്തിന് മാതാപിതാക്കളായ ഷെറിനും അരുണും സന്നദ്ധത അറിയിച്ചത്. 24 തിരുവനന്തപുരം. നാട് നെഞ്ചോട് ചേർത്ത ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട ചൊല്ലാനൊരുങ്ങി ജന്മനാട്. നാളെ പത്തനംതിട്ട മല്ലപ്പള്ളിക്ക് സമീപം നെടുങ്ങാടപ്പള്ളിയിലെ സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. ആലിൻ ഷെറിൻ എബ്രഹാം പിച്ച വച്ചു തുടങ്ങിയ വീട്ടിൽ കണ്ണീരുണങ്ങുന്നില്ല. ഓർമ്മകളിൽ നിറയെ ചിരിയും കളിയും കുഞ്ഞുകരച്ചിലും.
മറ്റുള്ളവർക്ക് പുതുജീവനയേകി ലോകത്തോട് വിട പറഞ്ഞ ആലിന് ആദരാഞ്ജലി അർപ്പിക്കാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വാലുമണ്ണിൽ വീട്ടിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും 5 മക്കളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസം കുടുംബത്തിന്റെ വാക്കുകളിൽ. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോകുമെന്നുള്ള ഉറപ്പായിരുന്നു. അതുപോലുള്ള ആക്സിഡൻറ്റും അതുപോലുള്ള അവസ്ഥയുമായിരുന്നു. 7-8 ദിവസമായിട്ട് ഒരേ കണ്ണുപോലും തുറക്കാതെ കിടക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങളുടെ ഒരു കുട്ടി പോയാലും ഞങ്ങൾക്ക് 5 കുട്ടികളെ കിട്ടിയെന്നുള്ളതാണ്. കുഞ്ഞു വേർപിരിഞ്ഞതിന്റെ തീരാനോവിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ പ്രശംസിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നാട് ആലിന് വിട നൽകും. നാളെ വീട്ടിൽ പൊതുദർശനം. വൈകിട്ടോടെ നെടുങ്ങാടപ്പള്ളി സെയിന്റ് മേരീസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. 24 തിരുവനന്തപുരം. ആലിന് ഔദ്യോഗിക ബഹുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവ് കൂടി പുറത്തിറങ്ങിയതായി ഇപ്പോൾ റിനു ശ്രീധർ അറിയിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കൊച്ചി എളമക്കരയിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. 6 വയസ്സുള്ള കുഞ്ഞ് 1 വർഷത്തോളം പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരം. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പീഡനമുണ്ടായി. സംഭവത്തിൽ പോലീസ് പോക്സോ കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ മാസം 16-നാണ് അച്ഛനെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. 6 വയസ്സുകാരി മരണ ദിവസവും പീഡനത്തിനിരയായെന്നാണ് കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടത്തിൽ there are some certain aspects of more offenses and we are investigating into it. അതിനകത്ത് ഇനീഷ്യലി ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് പോലീസിന് കൂടുതലായിട്ട് വിവരങ്ങൾ മനസ്സിലായത്. പിതാവ് ലഹരിക്കടിമയെന്നാണ് വിവരം. ആരാണ് പീഡിപ്പിച്ചതെന്നതിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് അമ്മയുടെ മൊഴി. 24 കൊച്ചി. ആലപ്പുഴ പുന്നപ്രയിൽ നാടിനെ നടുക്കി ക്രൂര പീഡനം. 14 വയസ്സുകാരിയെ പിതാവും ബന്ധുക്കളും ചേർന്ന് 4 വർഷമായി പീഡിപ്പിച്ചു. പെൺകുട്ടി സുഹൃത്തിനോട് വിവരങ്ങൾ തുറന്നു പറഞ്ഞതോടെയാണ് പരാതി പോലീസിലെത്തുന്നത്. സംഭവത്തിൽ പിതാവടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 14 വയസ്സുകാരിയായ പെൺകുട്ടി 8-ാം വയസ്സിൽ അമ്മയുടെ സഹോദരനിൽ നിന്നാണ് ആദ്യം പീഡനമേറ്റത്. പോലീസ് പിടിയിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങി ആത്മഹത്യ ചെയ്തു. ഇതോടെ അമ്മ കുട്ടിയെ ഉപേക്ഷിച്ചു. പിന്നീട് CWCയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. 2022-ലാണ് കുട്ടിയെ പിതാവിന് കൈമാറുന്നത്. പിതാവ് കൂട്ടിക്കൊണ്ടുപോയത് സഹോദരിയുടെ വീട്ടിലേക്കും. ഇവിടെ വെച്ചാണ് വർഷങ്ങൾ നീണ്ട ലൈംഗിക വൈകൃതത്തിന് പിതാവ് മകളെ ഇരയാക്കിയത്. ഇതുകൂടാതെ പിതാവിന്റെ സഹോദരി ഭർത്താവും പിതാവിന്റെ സഹോദരിയുടെ മകനും മറ്റൊരു ബന്ധുവും പീഡിപ്പിച്ചു. പിതാവിനൊപ്പം വീട്ടിലിരുന്ന് മദ്യപിച്ച ശേഷമായിരുന്നു ബന്ധു പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടി സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം പീഡന വിവരം തുറന്നു പറഞ്ഞു. ഇതോടെയാണ് പരാതി പോലീസിലെത്തുന്നത്. കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതോടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായി. പിതാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. 3 പേരെ അറസ്റ്റ് ചെയ്തു. പിതാവിന്റെ ബന്ധുവിനെ ഇനി പിടികൂടാനുണ്ട്. പെൺകുട്ടിയെ കുടുംബശ്രീയുടെ കീഴിലുള്ള സ്നേഹിത സെന്ററിന്റെ സംരക്ഷണയിലേക്ക് മാറ്റി. 24 ആലപ്പുഴ. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. 24 എക്സ്ക്ലൂസീവ്. പാലാ സ്ഥാനാർത്ഥിത്വത്തിലെ ഭിന്നാഭിപ്രായങ്ങൾക്കിടെ നിലപാട് മയപ്പെടുത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ. തന്റെ പ്രതികരണം ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നുവെന്ന് റോഷി അഗസ്റ്റിൻ 24നോട്. എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും റോഷിയുമായുള്ളത് സഹോദര തുല്യ ബന്ധമാണെന്നും ജോസ് കെ മാണി. പാലായിലെ സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ച് റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രതികരണങ്ങൾ വലിയ വിവാദമായതോടെയാണ് മന്ത്രി തന്നെ വ്യക്തത വരുത്തിയത്. 24ലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുന്നുവെന്നും തന്റെ ലീഡർ ജോസ് കെ മാണിയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനായി അംഗീകരിക്കുന്ന കേരള കോൺഗ്രസിന്റെ പാർട്ടി നേതൃത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം മത്സരിക്കണം, വിജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരും ഞങ്ങളെപ്പോലൊരു കേരള കോൺഗ്രസ്സുകാരുമില്ല. അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ തീരുമാനം ഉചിതമായ സമയത്ത് എടുക്കും എന്ന് ചെയർമാൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും തല സംശയങ്ങളോ ഇടകളോ എവിടെയെങ്കിലും പാർട്ടി പ്രവർത്തകരിലോ പൊതുജനങ്ങളിലോ സമൂഹത്തിലോ മാധ്യമത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നുണ്ടായത് വിഡ്രോ ചെയ്യണം. കേരള കോൺഗ്രസിനുള്ളിൽ വിള്ളലുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഞങ്ങളുടെ അകത്തൊരു വിള്ളലുണ്ടാക്കാനോ ഞങ്ങളെ തന്നെ സ്പ്ലിറ്റ് ചെയ്യിക്കാനോ ഞങ്ങളുടെ ആശയങ്ങളെ തമ്മിൽ മാറ്റി നിർത്താനോ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സീറ്റിൽ നിന്നാലും ജയിക്കും.
റോഷി വ്യക്തത വരുത്തിയതോടെ ജോസ് കെ മാണിക്കും ആശ്വാസം. റോഷി അഗസ്റ്റിൻ അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ലെന്നും സഹോദര തുല്യ ബന്ധമാണ് തനിക്കുള്ളതെന്നും ജോസ് കെ മാണിയും പ്രതികരിച്ചു. സതുദ്ദേശത്തോടുകൂടിയാണ് റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു, എനിക്കൊന്ന് സുഖിച്ചു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ. ഒരിക്കലും അച്ഛൻ കേൾക്കാനല്ല, സ്വാതന്ത്ര്യമില്ല ഒരു MLA പറയാൻ, ജനത്തിന് പറയാം, ജില്ലാ പ്രസിഡന്റ് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല. എൻ്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് നോക്കിക്കും, ഞാൻ ചുമ്മാ നോക്കി തട്ടിപ്പറിച്ചു, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര തുല്യമാണ് പറയും, അത് പറഞ്ഞോട്ടെ, അതിന് സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചെങ്കിലും അണികൾക്കിടയിൽ ഈ വിവാദം വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനോടകം ഇരുവരെയും പിന്തുണച്ച് പല നേതാക്കളും രംഗത്തെത്തി. 24 കോട്ടയം. തുടർഭരണവുമായി ബന്ധപ്പെട്ട വിവാദ പ്രതികരണങ്ങളിൽ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനെതിരെ നടപടിയെടുക്കാത്തതിൽ അതൃപ്തി ആവർത്തിച്ച് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ. അർഹിച്ച യാത്രയയപ്പ് പോലും ലഭിക്കാതെ തന്നെ മാറ്റിയത് ഇരട്ട നീതി എന്നാണ് പ്രതികരണം. അതേസമയം പ്രേംകുമാറിന് മാറ്റിയത് കാലാവധി പൂർത്തിയാക്കിയത് കൊണ്ടാണെന്നും സർക്കാർ പദവിയിലിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെ അഭിപ്രായങ്ങളിൽ കൈകടത്താറില്ലെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. സച്ചിദാനന്ദൻ മാഷിന്റെ അതിമാനുഷികമായ അത്ഭുതസിദ്ധി അഥവാ ഇരട്ട നീതിയുടെ നേർക്കാഴ്ച എന്ന തലക്കെട്ടോടെ പ്രേംകുമാർ അതൃപ്തി പരസ്യമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈകാരിക പ്രതികരണം. ഒരു നീതി നിഷേധം അല്ലെങ്കിൽ ഒരു എന്താണ്, അതൊരു സാമാന്യ നീതിയുടെ ഒരു വിഷയമാണ്. ഒരു ഇരട്ട നീതി പോലെ എന്നോട് കാണിച്ച ഒരു നീതിയല്ല അദ്ദേഹത്തോട് കാണിക്കുന്നതല്ല എന്നോട്. അപ്പോൾ ആ ഒരു ഇതാണ് ഇരട്ട നീതി എന്ന പ്രയോഗം. അതിന് എന്തെങ്കിലും വിധേയത്വമാണോ, എന്തെങ്കിലും വിനീതത്വമാണോ? എന്നാൽ പ്രേംകുമാറിന്റെ വാദങ്ങളെ മന്ത്രി സജി ചെറിയാൻ തള്ളി. കാലാവധി പൂർത്തിയായതുകൊണ്ടാണ് പ്രേംകുമാറിനെ മാറ്റിയതെന്നാണ് സജി ചെറിയാന്റെ പ്രതികരണം. കെ സച്ചിദാനന്ദൻ സംസാരിച്ചത് വിശാല മനസ്സോടെയായിരുന്നു എന്നാണ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. മാഷ് ഉദ്ദേശിച്ചതല്ല, തുടർ ഭരണം വരുമ്പോൾ നല്ല ജാഗ്രത വേണം. പക്ഷെ എന്ന് ചിലർ പറയുമ്പോൾ ജനാധിപത്യത്തിൽ തുടർച്ച ഉണ്ടാകുന്നത് അപകടമാണ്. മാഷ് കാണുന്ന അങ്ങനെയല്ല. മാഷെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തിന് ഇങ്ങനെ തുടർഭരണം വരുമ്പോൾ ശ്രദ്ധിക്കണം. ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തെ പിന്തുണച്ചതിന് പിന്നാലെയായിരുന്നു പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കിയത്. 24 തിരുവനന്തപുരം. റാപ്പിഡ് റെയിൽ പദ്ധതിയുടെ പ്രാഥമിക അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രി കത്തയച്ചു. വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ഫണ്ടിനും കേന്ദ്ര സർക്കാരുമായുള്ള തുടർ ചർച്ചകൾക്കുമാണ് മുഖ്യമന്ത്രി കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന് കത്തയച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടിയെടുക്കുകയാണ് ലക്ഷ്യം. ജനുവരി 22 ചേർന്ന മന്ത്രിസഭായോഗമാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം RRTS അഥവാ റാപ്പിഡ് റെയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ ബജറ്റിലും പ്രഖ്യാപനം വന്നു. ഡൽഹി മീററ്റ് പാതയുടെ മാതൃകയിലാണ് കേരളം റാപ്പിഡ് റെയിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിവേഗ റെയിലിന്റെ നടപടികൾ സർക്കാർ വേഗത്തിലാക്കുകയാണ്. സംസ്ഥാനത്ത് റാപ്പിഡ് റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ സന്നദ്ധമാണെന്ന് കൊച്ചിയിൽ സെപ്റ്റംബറിൽ നടന്ന അർബൻ കോൺക്ലേവിൽ കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് റാപ്പിഡ് റെയിലിന് അനുമതി തേടിയുള്ള മുഖ്യമന്ത്രിയുടെ കത്ത്. കൊച്ചി മെട്രോയും തിരുവനന്തപുരത്തും കോഴിക്കോടും വരാൻ പോകുന്ന മെട്രോകളും റാപ്പിഡ് റെയിലുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. സാധ്യതാ പഠനം നടത്താനും കേരളത്തിൽ റാപ്പിഡ് റെയിൽ ശൃംഖല രൂപീകരിക്കാനുമുള്ള സഹായമാണ് സർക്കാർ തേടിയിരിക്കുന്നത്. സാധ്യതാ പഠനത്തിനൊപ്പം വിശദ പദ്ധതി റിപ്പോർട്ട് കൂടി തയ്യാറാക്കാനാണ് സംസ്ഥാനം കേന്ദ്രത്തിന്റെ പിന്തുണ ആവശ്യപ്പെടുന്നത്. റാപ്പിഡ് റെയിൽ പദ്ധതിയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ നഗരകാര്യ മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകാറുണ്ട്. അതുകൂടി ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. പദ്ധതിക്ക് വേണ്ടി വരുന്ന തുകയിൽ 20% കേന്ദ്ര സഹായമായും 20% സംസ്ഥാന സഹായമായും സമാഹരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. 60% തുക വായ്പയിലൂടെയും കണ്ടെത്തും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 4 ഘട്ടമായുള്ള റാപ്പിഡ് റെയിൽ കേരളത്തിൽ പ്രായോഗികമല്ലെന്ന ശ്രീധരന്റെ വിമർശനം തള്ളിയാണ് സർക്കാർ റാപ്പിഡ് റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയെ സർക്കാർ ഗൗനിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.